കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ HSST ജൂനിയർ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 127/2024 കാറ്റഗറി കോഡ് പ്രകാരം HSST ജൂനിയർ കൊമേഴ്സ് 2025 പരീക്ഷ ജൂൺ 30 നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നതായിട്ട്, നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് അറിയുന്നു. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് SMS വഴിയോ അല്ലെങ്കിൽ പ്രൊഫൈലിലെ മെസ്സേജ് സെക്ഷനിലോ നോക്കുക. മെസ്സേജ് വന്നവർ അതിൽ പറയുന്ന തീയതിക്കകം 31/8/2025 മുമ്പായിട്ട് ഇനി പറയുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യുക. പ്രധാനമായിട്ടും ഡേറ്റ് ഓഫ് ബർത്തും നെയിമും തെളിയിക്കാൻ ആവശ്യമായ SSLC സർട്ടിഫിക്കറ്റ്, മറ്റൊന്ന് ആധാർ ഡോക്യുമെന്റ്, ക്വാളിഫിക്കേഷൻ തെളിയിക്കാൻ ആവശ്യമായ ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുകളും, മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ അതായത് MCOM ഡിഗ്രിക്ക് 50% മാർക്കിൽ കുറയാത്തത് മാർക്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖ, അതായത് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. കൂടാതെ B.Ed ഡിഗ്രിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് റെഗുലർ സ്റ്റഡി ആണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പിന്നെ അടിസ്ഥാന യോഗ്യതയായ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമായ നെറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റുകൾ. പിന്നെ OBC കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം NCLC സർട്ടിഫിക്കറ്റ് മുൻപേ എടുത്തവരാണെങ്കിൽ 15/6/2023 ശേഷമുള്ളതായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST കാൻഡിഡേറ്റ്സിന് അതും 15/6/2021 ശേഷമായിട്ടുള്ളതായിരിക്കണം. EW സർട്ടിഫിക്കറ്റ് കയ്യിൽ ആൾറെഡി ഉള്ളവർക്ക് 17/7/2023 ശേഷമുള്ളത് ഉപയോഗിക്കാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വന്ന മെസ്സേജ് ചെക്ക് ചെയ്യുക. അതിൽ പറയുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആദ്യമേ അപ്ലോഡ് ചെയ്തവർക്ക് പിന്നീട് ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും പുതിയ യോഗ്യതകളോ സർട്ടിഫിക്കറ്റുകളോ ഉണ്ടെങ്കിൽ അത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നവർ ആദ്യമായി ചെയ്യേണ്ടത് OTR വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ മെസ്സേജ് ബോക്സിൽ മെസ്സേജ് വന്നത് ചെക്ക് ചെയ്യുക. മെസ്സേജ് വന്ന പ്രകാരം കാര്യങ്ങൾ ചെയ്യുക. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് സാധാരണ 100-200 KB ഫയലുകൾ പ്രത്യേക സൈസ് ആക്കിയിട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ കേരള PSC തുളസി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. മൈ പ്രൊഫൈൽ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ഏരിയയിൽ കാറ്റഗറി വൈസ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സക്സസ്ഫുള്ളി അപ്ലോഡിന് ശേഷം എല്ലാം കറക്റ്റായിട്ട് തന്നെ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് ഈ മാസം ലാസ്റ്റാണ് തീയതി, അതിനു മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. മെസ്സേജ് വന്നവർ എത്ര മാർക്കിനാണ് മെസ്സേജ് വന്നത് എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ ഏകദേശം കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് ധാരണയിൽ എത്താൻ പറ്റും. നമ്മുടെ ഈ ചാനലിൽ മുൻപേ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. നിശ്ചിത നമ്പർ കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര ആള് ലിസ്റ്റ് ഉൾപ്പെടും എന്നതിന്റെ ബേസിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.